റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എന്ന ശക്തമായ നാമധേയത്തിനു പിന്നിൽ ചമയം കെട്ടാതെ കാത്തിരിക്കുന്ന പ്രിയമിത്രങ്ങൾ. നിരവധി അനവധി പരിപാടികളിലൂടെ സുപരിചിതരായ അവരെ ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. സുമേഷ് ചുങ്കപ്പാറ കൊമേഴ്സിൽ 1ാം ക്ലാസ് ബിരുദം നേടിയെങ്കിലും തന്റെ യാത്ര കണക്കുകൾക്കിടയിലൂടെയല്ല, കലയിലൂടെയാകണമെന്ന വിശ്വാസവുമായി കൈമുതലാക്കിയ മിമിക്രി, അഭിനയം എന്നിവയുമായി 6 വർഷത്തോളം ആയിരക്കണക്കിന് പ്രൊഫഷണൽ വേദികളിലൂടെ പ്രയാണം നടത്തിയ കലാകാരൻ. ഇന്നും തുടരുന്ന ആ യാത്രയ്ക്കിടയിൽ പ്രശസ്തമായ ദൃശ്യമാധ്യമങ്ങളുടെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ FM റേഡിയോയുടെയും പിൻബലം. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ബിരുദം നേടിയ സുമേഷ് ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരികെയെത്തി 2010 മുതൽ റേഡിയോ മാക്ഫാസ്റ്റിന്റെ ഭാഗമാവുകയായിരുന്നു. റേഡിയോയിൽ നിന്ന് ലഭിച്ച പിന്തുണയുമായി ഇന്ന് മലയാള സിനിമ വരെ എത്തിയിരിക്കുന്നു സുമേഷ് ചുങ്കപ്പാറ. ലിജി ജ്യോതിസ് ആകാശവാണിയിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് പ്രൊഫഷണൽ FM റേഡിയോയുടെ ഭാഗമായി മാറിയ ലിജി തന്റെ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാളേറെ ദൂരത്തിൽ സഞ്ചരിച്ച് തിരുവല്ലയിലെത്തുന്നു. സ്വദേശമായ തൃശൂരിൽ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നതിനിടയിലും നമ്മുടെ സ്ത്രീജനങ്ങളുടെ പ്രിയ കൂട്ടുകാരിയാകാൻ ലിജിക്കാകുന്നു. കാതോർത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് കാതരമായി പെയ്തിറങ്ങുന്ന ലിജി റേഡിയോ മാക്ഫാസ്റ്റ് 90.4ലെ ആദ്യകാലം മുതലുള്ള RJ കൂടിയാണ്. പ്രിയ ജജി മംഗല്യയോഗത്താൽ തൃശൂരിൽ നിന്നും തിരുവല്ലയിലെത്തിയ കലാകാരി. ഒരു നല്ല RJയായി വിലസുമ്പോഴും ഒരു ഭാര്യയുടെയും അമ്മയുടെയും കടമകൾ ചുവടുകൾ തെറ്റാതെ ചെയ്യുവാൻ പ്രിയയ്ക്കാവുന്നു. പ്രമുഖ ചാനലിൽ വാർത്താ അവതാരകയായിരുന്ന ഈ കൂട്ടുകാരി സ്കൂൾ തലങ്ങളിൽ നൃത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും അധ്യാപന പരിശീലനത്തിൽ ഡബിൾ BEdും കരസ്ഥമാക്കിയ പ്രിയ 2010 മുതൽ റേഡിയോ മാക്ഫാസ്റ്റിനൊപ്പം. മീനാക്ഷി തലസ്ഥാന നഗരിയിൽ നിന്നും തിരുവല്ലയിലെത്തിയ കൂട്ടുകാരി. കുട്ടിക്കാലം മുതൽ റേഡിയോയുടെ അഭിനിവേശം മൂത്ത ഈ കലാകാരി റേഡിയോ ജോക്കിയായി വലതുകാൽ വെച്ചത് നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റിൽ. ബിരുദ പഠനത്തോടൊപ്പം തന്നെക്കാൾ നീളമുള്ള നാക്കുമായി നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിയ ഈ ഗായിക റേഡിയോ മാക്ഫാസ്റ്റിലെ കുഞ്ഞനുജത്തി കൂടിയാണ്. മീനാക്ഷി 2011 മുതൽ റേഡിയോ മാക്ഫാസ്റ്റിനൊപ്പം. പ്രവീൺ മക്കട നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ കോഴിക്കോടിന്റെ പുത്രൻ. ആസ്വാദകർ നെഞ്ചിലേറ്റുന്ന നാടകം, മിമിക്രി, സംഗീതം, ചിത്രരചന എന്നിവ ഈ കലാകാരന്റെ കയ്യിൽ ഭദ്രം. പ്രശസ്തിയിലേക്ക് ഉയരുവാൻ കഴിയുന്ന കഴിവുകളുണ്ടായിട്ടും ഇദ്ദേഹത്തെ ഭ്രമിപ്പിച്ചത് മറ്റൊന്നാണ്. അങ്ങനെ മുംബൈ മഹാനഗരത്തിലേക്ക് വണ്ടി കയറി. ഡിജിറ്റൽ അക്കാദമിയിൽ നിന്നും സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ ഇദ്ദേഹത്തെ കാത്തിരുന്നത് ഹിന്ദി സിനിമാ ലോകമായിരുന്നു. ഇദ്ദേഹം ശബ്ദമിശ്രണം ചെയ്ത ഗാനങ്ങളും ചിത്രങ്ങളും ആവശ്യത്തിന് പണവും പ്രശസ്തിയും നേടിക്കൊടുത്തു തുടങ്ങിയിരുന്നുവെങ്കിലും നാട് അതൊരു അഭിനിവേശമായിരുന്നു. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 തുടങ്ങിയ കാലം മുതൽ കൂടെ നടന്ന വ്യക്തി, ഒരു സംവിധായകന്റെ മനസ്സും കൈമുതലായുള്ള പ്രവീൺ മക്കട. പ്രിജിൻ പത്തനംതിട്ടയിലെ പന്തളത്തിന്റെ പുത്രൻ. പിറന്നു വീണത് കലാപാരമ്പര്യമുള്ള കുടുംബത്തിലല്ലെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന കനൽ ഊതിക്കാച്ചി കീബോർഡിൽ മാജിക് കാണിക്കുന്ന കലാകാരൻ. AR റഹ്മാനെ റോൾ മോഡലാക്കിയ പ്രിജിൻ കേരളത്തിലെ പ്രശസ്തമായ ഫിലിം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പഠനം പൂർത്തിയാക്കി നേരെ തിരുവല്ലയിലേക്ക് എത്തുകയായിരുന്നു റേഡിയോ മാക്ഫാസ്റ്റിലേക്ക്. പ്രിജിൻ 2010 മുതൽ റേഡിയോ മാക്ഫാസ്റ്റിനോടൊപ്പം. ഷിനു പിച്ചവെച്ച് നടന്ന മാക്ഫാസ്റ്റ് കോളേജിൽ റേഡിയോ മാക്ഫാസ്റ്റ് പിറവിയെടുക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു. വളർന്നു തുടങ്ങിയ റേഡിയോ മാക്ഫാസ്റ്റിന്റെ ഭാഗമാകണമെന്ന അടങ്ങാത്ത മോഹം ഉള്ളിൽ നിറഞ്ഞപ്പോൾ അതിനുള്ള വഴികൾ തേടി കമ്പ്യൂട്ടറിനോടും മൈക്കുകളോടും കൂട്ടുകൂടി റേഡിയോയിൽ നിന്ന് തന്നെ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ബാലപാഠങ്ങളും അഭ്യസിച്ചു. ഔട്ട്ഡോർ റെക്കോർഡിംഗ് ഉൾപ്പെടെ ഇന്ന് റേഡിയോ മാക്ഫാസ്റ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഇടുക്കി സ്വദേശി ഷിനു M. മാത്യു. സിജോ ജനങ്ങൾ നേരിൽ കാണുന്ന റേഡിയോയുടെ പ്രതിനിധി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4ന്റെ ടൗൺ ഓഫീസിൽ പ്രവർത്തിക്കുന്നു. ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന പരസ്യ വിവരങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും സിജോയുടെ കയ്യിൽ ഭദ്രം. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവരും ശബ്ദവസന്തമായി നിങ്ങളിലേക്കെത്തുന്നു. പ്ലേബാക്ക് സിംഗർ ജയകൃഷ്ണ. കുറ്റൂർ പാണ്ടിശ്ശേരി ഭാഗം ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപിക മറിയാമ്മ ജോസഫ്. സെറ ജോർജ്.
ഡോക്ടർ വിമൽ നാരായണൻ, ഡോക്ടർ അമേയ മംഗൽ, ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ് മാനേജർ KG ലൂക്ക്, അമൃതകല ശിവകുമാർ, ബ്രഹ്മചാരിണി ഭവ്യാമൃത ചൈതന്യ, റവറൻ CP മോനായി, സാലി മോനായി, സൂര്യകൃഷ്ണ, സിസ്റ്റർ സോണിയ OSS, ഡോക്ടർ സനോജ് ആൻഡ് ജോർജ്, ടിൻസി, വിഷ്ണു, അഭിൻ, വിഷ്ണുമായ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, ഡോക്ടേഴ്സിന്റെ ആപ്തവാക്യം. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും രോഗലക്ഷണങ്ങളും ഒപ്പം ചികിത്സാവിധികളും ലളിതമായ ഭാഷയിൽ ക്രോഡീകരിച്ച് ഒരു മെഡിക്കൽ കോളേജ് തന്നെ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പുഷ്പവാണി ആരോഗ്യം പ്രോഗ്രാമിലൂടെ ഇത് സാധ്യമാക്കി തീർത്ത പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും സ്റ്റാഫുകൾക്കും, സ്പെഷ്യലി അവതാരകരായ ഡോക്ടേഴ്സിനും PROസിനും അകമഴിഞ്ഞ നന്ദി. കളിച്ചിരിയും കാര്യഗൗരവമുള്ള വിഷയങ്ങളുമായി നാട്ടുകാരോട് സല്ലപിക്കാൻ മാക്ഫാസ്റ്റ് കോളേജിലെ പ്രിയ വിദ്യാർത്ഥികളും IV ആന്റണി, പവിൻ തടത്തിൽ, മീനു മഹേഷ്, ഷെറിൻ P മാത്യു, ശ്രുതി R, അലക്സ് ജോസഫ്, ജെർലിയ കുച്ചെറിയാൻ, ഷിബിൻ ബാബു, അരവിന്ദ് S. തന്റെ സ്വന്തമെന്ന നിലയിൽ റേഡിയോ മാക്ഫാസ്റ്റിനെ സ്നേഹിക്കുന്നവർ, പ്രിയ നാട്ടുകാർ, അവരുടെ നാവിലൂടെ നമുക്കനുഭവിച്ചറിയാം ആ സ്നേഹം. തിരുവല്ലയിൽ നിന്ന്, എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു റേഡിയോ ഉണ്ടാകുക എന്ന് പറയുന്നത് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സ്വപ്നമായിരുന്നു. അത് തിരുവല്ലയ്ക്ക് റേഡിയോ മാക്ഫാസ്റ്റിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ തിരുവല്ലക്കാർക്കും അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ വ്യത്യസ്തമാക്കുന്ന തരത്തിലുള്ള ഒരുപാട് നൂതനമായ ചിന്തകൾ, പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് ഒരുപാട് വലിയ കാൽവയ്പ്പുകൾ നടത്തുവാനായിട്ട് ഈ 1000 ദിവസം കൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇതിന് വലിയൊരു പ്രസക്തി ഉണ്ടാവുകയാണ്. നാട്ടുകാർക്ക് കൂട്ടായി, തണലായി, താങ്ങായി ഒക്കെ അവരുടെ വേദനകളിൽ, നൊമ്പരങ്ങളിലൊക്കെ അവരോടൊപ്പം നിൽക്കുവാനായിട്ട് റേഡിയോ മാക്ഫാസ്റ്റിന് കഴിഞ്ഞു എന്നുള്ളത് മുൻപോട്ടുള്ള യാത്രയെ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഞാൻ റേഡിയോ പ്രോഗ്രാം കേൾക്കാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങളെല്ലാവരും ഈ റേഡിയോ മാക്ഫാസ്റ്റ് വളരെയധികം ആസ്വദിച്ച് കേൾക്കാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. വൈകുന്നേരങ്ങളിൽ നല്ല പരിപാടികൾ കേൾക്കാറുണ്ട്. വളരെയധികം ഉപകാരങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. റേഡിയോ മാക്ഫാസ്റ്റ് 1000 പ്രക്ഷേപണത്തിൻ്റെ 1000 ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ ആശംസകളും നേരുന്നു. വളരെയധികം അറിവ് നൽകുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവും നിങ്ങളും എന്നുള്ള ഒരു പരിപാടി തന്നെ അഡ്വക്കേറ്റ്സിനെ, തിരുവല്ലയിലുള്ള അഡ്വക്കേറ്റ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വളരെയധികം അറിവ് കിട്ടത്തക്കവണ്ണമുള്ള പരിപാടികൾ, നിയമവശങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും പകർന്നു നൽകുകയും അതിലൂടെ ജനങ്ങൾക്ക് നിയമബോധം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി റേഡിയോ മാക്ഫാസ്റ്റിൽ നടക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു. റേഡിയോ മാക്ഫാസ്റ്റിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രക്ഷേപണ രംഗത്ത് 1000 ദിവസം ആഘോഷിക്കുന്ന റേഡിയോ മാക്ഫാസ്റ്റിന് ഒരു ശ്രോതാവിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയൊരു എന്ന് വെച്ചാൽ ഒരു ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രക്ഷേപണ നിലയത്തിൻ്റെ വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നു. ഇനിയും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ സ്ഥിരം ഒരു ആരാധകയാണ്. ഞാൻ എല്ലാ ഗ്രീറ്റിങ്സും, മോർണിംഗ് ഷോയെ, പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമായ കിലുക്കാമ്പെട്ടി, പിന്നെ കിസ് ടൈമായി ഇതെല്ലാം കേൾക്കാറുണ്ട്. മധ്യ തിരുവിതാംകൂർ ഒട്ടനവധി സവിശേഷതയുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിന് അതിൻ്റേതായ സാധ്യതകളും അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും നഗരവൽക്കരണത്തിൻ്റെ പിടിയിലകപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾക്ക് വഴിപ്പെട്ട ഒരു പ്രദേശമാണ് മധ്യ തിരുവിതാംകൂർ. റേഡിയോ മാക്ഫാസ്റ്റ് കഴിഞ്ഞ 1000 ദിവസം
ഈ മേഖലയിലെ സാധ്യതകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അതേസമയം തന്നെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് നിർത്തുവാനും വേണ്ടി വലിയ പ്രയത്നമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ ജനജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്നവയാണ്. മാലിന്യ പ്രശ്നം ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുക. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും ഫലപ്രദമായ വികേന്ദ്രീകൃത നടപടികൾ റേഡിയോ മാക്ഫാസ്റ്റ് പരിചയപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്ത് റേഡിയോ മാക്ഫാസ്റ്റ് നൽകിയ വലിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് താല്പര്യത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളിലും റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ തുടർന്നുള്ള സേവനങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വ്യക്തിയുടെ മഹത്തായ ചിന്തകളുടെ സാക്ഷാത്കാരം. മാക്ഫാസ്റ്റ് കോളേജ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4, അങ്ങനെ മറ്റു പലതും. ഈ 1000 ദിനം പൂർത്തീകരിക്കുമ്പോഴും നാളെയൊരിക്കൽ 10,000 ദിനത്തിൽ മുത്തമിടുമ്പോഴും ഓരോ വ്യക്തിയും സ്മൃതി മണ്ഡലത്തിൽ സൂക്ഷിക്കേണ്ട ഒരേയൊരു നാമധേയം, ദ വൺ ആൻഡ് ഓൺലി റെവറൻഡ് ഫാദർ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ. റേഡിയോ മാക്ഫാസ്റ്റ് 1000 ദിവസങ്ങൾ അത് പ്രക്ഷേപണം നടത്തിയെന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. എന്താണ് ബ്രിഡ്ജിങ് ദ നോളജ് ഡിവൈഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, വിജ്ഞാനം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മീൻസ് ഓഫ് പ്രൊഡക്ഷനാണ്. വിജ്ഞാനം ഉണ്ടാക്കുക, അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാവർക്കും അറിവുണ്ട്, എന്നാൽ അവരുടെ നാട്ട് അറിവുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ഇവയൊക്കെ എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതെല്ലാവരുടെയും കൂടെ അറിവായിട്ട് തീരുന്നു. ഇതാണ് റേഡിയോ മാക്ഫാസ്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉപമിക്കാനാവാത്ത പ്രതിഭാസം, ദീർഘവീക്ഷണത്തിന്റെ ഉദാത്തമായ മാതൃക. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ദീർഘനാൾ കൊണ്ട് നേടിയെടുത്ത അനുഭവ പരിജ്ഞാനം സ്വന്തം നാടിന്റെ ഉന്നമനത്തിനായി ഉപയോഗപ്പെടുത്തുന്ന മുളമൂട്ടിലച്ചൻ ആയിരങ്ങളുടെ റോൾ മോഡലാണ്. ഒരു ദശാബ്ദത്തിനു മുമ്പ് മാക്ഫാസ്റ്റ് കോളേജും 3ഓളം വർഷങ്ങൾക്ക് മുമ്പ് റേഡിയോ മാക്ഫാസ്റ്റും ആരംഭിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ വളർച്ച മികച്ച മജീഷ്യന്മാർക്ക് പോലും സാധിക്കാത്ത രീതിയിൽ അച്ഛൻ പ്രവചിച്ചിരുന്നു. ഇന്ന് താരതമ്യം ചെയ്യാനാകാത്ത രീതിയിൽ അവയെ വളർത്തി വലുതാക്കിയ ശേഷം പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ തലതൊട്ടപ്പനായി മാറിയെങ്കിലും ഇന്നും റേഡിയോയും കോളേജും അച്ഛന്റെ സ്വന്തം മക്കൾ തന്നെയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മാക്ഫാസ്റ്റ് കോളേജിന്റെ ഫൗണ്ടർ പ്രിൻസിപ്പലും റേഡിയോ മാക്ഫാസ്റ്റിന്റെ മുൻ ചെയർമാനുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ അഥവാ ഞങ്ങളുടെ മാർഗദർശി, ഞങ്ങളുടെ സ്വന്തം മുളമൂട്ടിലച്ചൻ. അനുകരണങ്ങളേറെ അവതരിക്കുന്നുവെങ്കിലും അടിപതറാതെ അനന്തവിഹായസിൽ പ്രകാശമെങ്ങനെയോ അതുപോലെ അതിവേഗം അനുസ്യൂതം ഒഴുകുകയാണ് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ജനമനസ്സുകളിലേക്ക്, നാട്ടുകാരുടെ ഹൃദയങ്ങളിലേക്ക്. റേഡിയോ മാക്ഫാസ്റ്റിനെ ഞരമ്പുകളിലൂടെ കുതിച്ചൊഴുകുന്ന ചുടുനിണത്തിനൊപ്പം അലിയിച്ചു ചേർത്ത പ്രിയ ശ്രോതാക്കൾക്ക്, നിദ്രയിലെ നിശ്വാസങ്ങളിൽ പോലും റേഡിയോ മാക്ഫാസ്റ്റ് എന്ന മന്ത്രമുരുവിടുന്ന മാർഗദർശികൾക്ക്, അഭിപ്രായങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സമയാസമയങ്ങളിൽ അണയുന്ന അഭ്യുദയകാംക്ഷികൾക്ക്, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവോപരി ജഗദീശ്വരന് പ്രണാമമർപ്പിച്ച് ഈ സൃഷ്ടി സമർപ്പിക്കുന്നു. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.